പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. ഞാൻ കല്ലയം കൃഷ്ണദാസ്. കല്ലയം ഇല്ലാതെയും കൃഷ്ണദാസ് എന്ന് വെള്ളിത്തിരയിൽ ഒരുപാട് വട്ടം നിങ്ങൾ വായിച്ചിട്ടുള്ള കല്ലയം കൃഷ്ണദാസ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് എൻ്റെ 57 വർഷക്കാലത്തെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒരുപാട് സാഹസികതകളും സന്തോഷങ്ങളും സന്തോഷമില്ലായ്മയും ഒക്കെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാണ്. ഇന്നത്തെ ജനറേഷനിൽ മീഡിയ ഒരു വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനലിൻ്റെ പേര് ച ച ച. എന്താണെന്നല്ലേ? ചായ ചർച്ച ച. അതായത് ചായ നേരങ്ങളിൽ ചർച്ച ചെയ്യാൻ, സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചാനൽ. അതാണ് ച ച ച. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വളരെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള 2-3 കൂട്ടുകാർ, അവർ ഒന്ന് ഭഗവതിവിലാസം രാമചന്ദ്രൻ എന്ന് പറയും, ഒന്ന് മാധവിലാസം ഗോപിനാഥൻ എന്ന് പറയും, ഒന്ന് തങ്കം. അപ്പം നമ്മൾ കുട്ടിക്കാലത്തെ തന്നെ ഓടി ചാടി കളിച്ചും നടക്കുന്ന കൂട്ടത്തിൽ കരിയിലെ തൊപ്പി കിരീടമൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനത്തെ പഴയ ഈ പുരാണ സംഭവങ്ങൾ, അത് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ അതിലൊക്കെ മിടുക്കനാണ്. പുള്ളി ഈ ഹിസ്റ്ററിയും പിന്നെ സോഷ്യൽ സ്റ്റഡീസും ഒക്കെ വായിച്ച് പണ്ഡിറ്റുള്ള ഒരാളാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കും അന്നത്തെ കാലം. അങ്ങനെ ഓടി ചാടി അങ്ങനെ കളിക്കും. അതുപോലെ ഞങ്ങൾ 5ാം ക്ലാസ് വരെ പഠിച്ച ഒരു പള്ളിക്കൂടമുണ്ട് ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ. അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു പഞ്ചായത്തിൻ്റെ റേഡിയോ പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ ഓടി ആടി കളിച്ച് നടന്ന്, അതിനുശേഷം ഞങ്ങൾ സ്കൂൾ ടൈം കഴിഞ്ഞാൽ വന്ന് ഇരിക്കാനുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുന്നും പുറത്തൊരു വലിയ പാറയാണ്. ആ പാറപ്പുറത്ത് കയറിയിരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറയും, പാട്ടുകൾ പാടും. പാർക്കിൽ, റേഡിയോ പാർക്കിൽ കേട്ട പാട്ടുകൾ തന്നെ ഞങ്ങൾ പാടും, പരസ്പരം പാടും. 1-2 പേര് പരസ്പരം കുറ്റപ്പെടുത്തി ഒക്കെ ചെയ്യും. എന്നാലും ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളികളാണ് ഞങ്ങൾ കൂടുതൽ. അപ്പോൾ അന്നത്തെ കാലത്ത് 7:30 ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 7-7:15 വരെ ഈ പാറപ്പുറത്ത് ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഇറങ്ങി ഒരൊറ്റ ഓട്ടം. അപ്പോൾ റോഡും ജംഗ്ഷനും ഒക്കെ കടന്ന് ഓടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ ഈ റേഡിയോ പാർക്കിലേക്കുള്ള ഓട്ടമാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ രചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ, ഗായകൻ യേശുദാസ് എന്ന് കേൾക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം. ഒരു ദിവസം അത് തെറ്റിയാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്തോ ഒരു നഷ്ടം സംഭവിച്ചു പോകുന്നു. അങ്ങനെ ആ കുട്ടിക്കാലം കഴിഞ്ഞപ്പോൾ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ സൈക്കിൾ വാടകയ്ക്കെടുത്ത്, 4 സൈക്കിൾ 4 പേര് വാടകയ്ക്കെടുത്ത് സെക്കൻഡ് ഷോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമ കാണുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്കറിയില്ല ഇത് തിരശ്ശീലയിൽ വരുന്ന പ്രത്യക്ഷപ്പെടുത്തുന്നതാണ് എന്ന്. ഇത് ആക്ച്വലി തിരശ്ശീലയ്ക്ക് പിന്നിൽ ആൾക്കാരൊന്നും അഭിനയിക്കുന്നതെന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു പോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നു ഇത് തിരശ്ശീലയിൽ കൂടി ഞങ്ങളെ കാണിക്കുന്നതാണെന്ന്. അതിന് മുന്നിൽ നിർമ്മിക്കപ്പെടുന്നതാണ് സിനിമയെന്ന് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഈ അഭിനയകല അതൊക്കെ പഠിക്കാൻ അതെങ്ങനെയാണെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കട, അത് ഞങ്ങളൊരു വായനശാലയായി. എന്നിട്ട് പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ജംഗ്ഷനിലൊരു വായനശാല ഉണ്ടാകും. പിന്നെ അതിന് അന്ന് 1 രൂപ 50 പൈസ അങ്ങനെയൊക്കെ പിരിവെടുത്ത് പുസ്തകങ്ങൾ മേടിക്കുകയും ബാക്കിയുള്ള കളിക്കോപ്പുകളൊക്കെ മേടിക്കുകയും ആൾക്കാർക്ക് ആസ്വദിക്കാനും വന്നു പോകാനും സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്ത കൂട്ടത്തിൽ
നാടകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നി. അപ്പം ഞങ്ങളിങ്ങനെ ഹൈസ്കൂളിൽ വന്നു കഴിഞ്ഞു, ഹൈസ്കൂളിലെത്തി കഴിഞ്ഞു. അതിനുശേഷമാണ് സിനിമകൾ കാണുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ പ്രവർത്തിക്കാനുള്ളത് ഒരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ വായനശാലയുടെ വാർഷികത്തിന് നമ്മളൊക്കെ തന്നെ ഒരു നാടകം കളിച്ചാലോ എന്നുള്ള ഒരു ചിന്ത. അപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ആദ്യമായിട്ടൊരു നാടകം സ്വന്തമായിട്ട് നമ്മൾ ചെയ്തു. പക്ഷേ അത് നന്നാകുമോ എന്നുള്ളൊരു ഭയവും ഒക്കെ ഉണ്ടായിരുന്നു, പേടിയും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സ്റ്റേജിൽ വന്നപ്പോൾ ആർക്കും ഭയവുമില്ല, പേടിയില്ല, സംശയമില്ല. നാട്ടുകാരെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, കൈപിടിച്ച് പാസ്സാക്കി. അപ്പോൾ നമുക്ക് തോന്നി ഇതാണ് അഭിനയം, അപ്പോൾ ഇത് നമുക്കൊരു ടേസ്റ്റാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തുടർന്ന് ഞങ്ങൾ 5-6 നാടകങ്ങൾ സ്വന്തമായിട്ട് അവിടെ അവതരിപ്പിക്കുകയും പുറത്തൊക്കെ പോയി അഭിനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമ കണ്ട് വരുമ്പോൾ എൻ്റെ 1-2 കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു ശൈലി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാം കൂടെ പ്രചോദിപ്പിച്ചു. പിന്നെ സിനിമയിലെടുത്താൽ കൊള്ളാം, നന്നാവും എന്നോടൊരു താല്പര്യം. അപ്പോൾ എനിക്കും മോഹമുണ്ട്. പക്ഷേ അന്ന് അതിന് നമ്മൾ യോഗ്യനാണോ, യോഗ്യതയുണ്ടോ എന്നൊക്കെ ഒരു ജാഗ്രത ഉണ്ടല്ലോ മനസ്സിന്. അതുകൊണ്ട് ആരോടും പറയാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് അന്ന് അവിടെ ഈ ഹോം ഗാർഡ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു 5-6 പേർക്ക് ഹോം ഗാർഡ്സിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞാൽ 7 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യും. അതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ ഈ ടീമില്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരായിട്ടുള്ള ചന്ദ്രനും ഗോപി ആ ടീമില്ല, വേറെയുള്ള 4-5 പേര് ഞങ്ങളുടെ സ്ഥലത്തുള്ളവർക്ക് എന്നോടൊപ്പം തന്നെ സെലക്ഷൻ കിട്ടി. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജനറൽ പരേഡിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പരേഡിന് അന്ന് ഞങ്ങളുടെ കമൻഡാൻ്റ് ആരാണെന്ന് അന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ എസ് കുമാർ എന്ന് പറയുന്ന സിനിമാ നിർമ്മാണ കമ്പനിയായ മെരിലാൻഡ് സ്റ്റുഡിയോയിലെ സിനിമകളുടെ സൃഷ്ടാവ് എന്ന് തന്നെ പറയാം, പി സുബ്രഹ്മണ്യം മുതലാളിയുടെ മൂത്ത മകനായ എസ് കുമാറാണ് നമ്മുടെ കമൻഡൻ്റ് എന്ന് ബോധ്യമായത്. ഒരു സിനിമാ സ്റ്റുഡിയോയുടെ മുതലാളിയുടെ മകനാണ് കമൻഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം അങ്ങനെ മുളച്ചു. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അന്ന് ആ സമയത്തൊന്നും നമുക്ക് കാണാനുള്ള അനുവാദമില്ല. അതല്ലാതെ പേഴ്സണലായിട്ട് പോകണം. നമ്മൾ ഈ ഗ്രേഡിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഒരു ഹോം ഗാർഡ് കോൺസ്റ്റബിളാണ്, അദ്ദേഹം കമൻഡൻ്റാണ്, നമ്മൾ നേരിട്ട് കാണാനുള്ള ആഗ്രഹമില്ല. പക്ഷെ അതല്ലാതെ കാണാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു മെസ്സഞ്ചർ ഡ്യൂട്ടി ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ 3 പേര്. അത് അദ്ദേഹത്തിന് 3 കവർ വന്ന കവറുകൾ നമ്മൾ കൊണ്ട് കൊടുക്കുക. ഇതാണ് മെസ്സഞ്ചർ അന്നത്തെ. അപ്പോൾ ഈ മെയിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ വീതം തരും. അതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, ന്യൂ തിയേറ്ററിൻ്റെ അപ്സ്റ്റേറിലുള്ള ഒരു ഓഫീസാണ്. അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം സ്റ്റുഡിയോയിലാണ് എന്ന് പറയും. അപ്പോൾ സ്റ്റുഡിയോ ആണെന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷമായി. അങ്ങനെ ആദ്യമായിട്ട് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പ് പോയി ഒരു സല്യൂട്ട് അടിച്ചു. യൂണിഫോമിലാണ് സല്യൂട്ട് അടിച്ചു, മെയിൽ കൈമാറുന്നു. പിന്നോട്ട് അവിടെ ഒരു സല്യൂട്ട് കൂടെ അടിച്ചു നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ സ്റ്റുഡിയോ പിടികിട്ടി. അപ്പോൾ ഇനി ആ സ്റ്റുഡിയോയിലോട്ട് കടന്നു കയറാനുള്ള ഒരാഗ്രഹം മനസ്സിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹോം ഗാർഡിൻ്റെ ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ ഗോപി എന്ന് പറയുന്ന ആളുടെ തന്നെ റിലേറ്റീവായിട്ടുള്ള സ്നേഹലതാമ്മ എന്ന് പറയുന്ന ഒരു സൂപ്പറുണ്ട്, ഒരു PWD വർക്ക് സൂപ്പറുണ്ട്. അവരായിട്ട് പരിചയപ്പെട്ട് പറഞ്ഞ് അവർക്ക് ഒരാളിനെ പരിചയമുണ്ട്, മെരിലാൻഡ് സ്റ്റുഡിയോയിൽ ആർട്ടിസ്റ്റുകളെ എത്തിക്കുന്ന ആളെ പരിചയമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നടരാജൻ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയും അത് മുഖാന്തിരം ഹോട്ടൽ ഹൈ റേഞ്ച് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം അഭിനയിക്കാനാണ് ആദ്യമായിട്ട് അങ്ങനെ എത്തപ്പെട്ടത്. അങ്ങനെ അതിൽ ഈ കൃഷ്ണൻ ഭരതനും വരുമ്പോൾ ഒരു ഹൈ റേഞ്ചിലെ ഒരു ചായക്കടക്കാരൻ കാക്കാം. അന്നത്തെ ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവർ ഒന്ന് ചായ ചോദിക്കുമ്പോൾ പറയും, പാല് തീർന്നു പോയി, പഞ്ചാര കിട്ടാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അപ്പം നമ്മൾ
നമ്മളെ വഴക്ക് പറഞ്ഞ് പോകുന്ന ഒരു രംഗം. അതൊക്കെ കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും വേഷം കിട്ടാൻ ദിവസവും കിട്ടിയ അത്രയും നന്ദി എന്നാഗ്രഹിച്ചുകൊണ്ട് അന്നത്തെ സദാശിവൻ എന്ന് പറയുന്ന അവിടുത്തെ ആളിനാളായിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ, അതിനായിട്ട് ഇഷ്ടമാണ് അയാൾ പരിചയപ്പെട്ട വിഷയത്തിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയും. അപ്പോൾ പുള്ളി പറയും അങ്ങനെ ഡെയിലി ഒന്നും ഷൂട്ടിങ്ങൊന്നും കിട്ടത്തില്ല, അങ്ങനെയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽപരമായിട്ട് ഇതിനകത്തുള്ള എന്തെങ്കിലും ജോലിയായിട്ട്. അപ്പോൾ ഞാൻ പറയും അങ്ങനെ ആയാലും മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പടത്തിന് അദ്ദേഹം സംവിധാന വിദ്യാർത്ഥിയായിട്ട് സംവിധാനം പഠിക്കാൻ വിദ്യാർത്ഥി. അന്ന് സംവിധാനം എന്താണെന്ന് എനിക്കറിയത്തില്ല. ടോട്ടൽ ഷൂട്ടിംഗ് നടത്തുന്നു, അദ്ദേഹം ചെയ്തു എന്നുള്ളതല്ലാതെ. അദ്ദേഹം ആദ്യ പാഠം പറഞ്ഞു തന്നു ഇങ്ങനെയാണ്. തുടക്കത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും കയ്യിലോ സൂക്ഷിക്കുന്ന പ്രോപ്പർട്ടികളുമൊക്കെ കണ്ടിന്യൂറ്റി എഴുതുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എടുക്കുന്ന ഷോട്ടുകളുടെ ഷോർട്ട് റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഇതിന് വേറൊരു സംഭവം പുള്ളി പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ മുതലാളിയുടെ മുമ്പിലോട്ടൊന്നും പോയി നിൽക്കരുത്. അദ്ദേഹം സുബ്രഹ്മണ്യം മുതലാളി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭയങ്കര ഒരു മഹാസംഭവമാണ്. അദ്ദേഹമാണ് ഈ മലയാളത്തിൽ ആ തുടക്കകാലത്ത് നല്ല നല്ല സിനിമകൾ, വലിയ വലിയ സിനിമകൾ നിർമ്മിച്ച് വിതരണം ചെയ്ത് അതൊരു ഭയങ്കര വലിയൊരു പേരായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഭവ്യമായിട്ട് നിൽക്കണം, മുമ്പിൽ പോകാൻ പാടില്ല, പുറകിലേ നിൽക്കാവും, സൈഡിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കത് പോരാ, അതൊരു സ്വാതന്ത്ര്യമില്ലായ്മയല്ലേ. എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് അത് ശരിയാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഹോട്ടൽ ഹൈവേഞ്ച്, കടൽ, വിപ്ലവകാരി, അങ്ങനെ 3 പടം കഴിഞ്ഞ ഉടനെ 1967 ലാസ്റ്റ് മദ്രാസിലേക്ക് കൂടുതൽ അവസരങ്ങൾ തേടി പോവുക. അവിടെ ചെന്നുപെട്ടപ്പോൾ ഒരിക്കലും നമുക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു വലിയ കോട്ട പോലെയാണ് എന്ന മലയാള സിനിമയ്ക്കത്. കാരണം പുറമേ ഒന്നും ആരെയും കാണാനില്ല, ഒന്നുമില്ല, എല്ലാം സ്റ്റുഡിയോയിൽ കൂടിയാണ്. ആ സ്റ്റുഡിയോയുടെ ഗേറ്റ് കിടക്കണമെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസം. അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങനെ ഒരു 4-5 ദിവസത്തെ ശ്രമം കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഹോം ഗാർഡ് സർട്ടിഫിക്കറ്റും ബാക്കി കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ തൊഴിലാദ്യം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആവടിയിൽ എൻ്റെ ഈ നാട്ടിലെ തന്നെ 1-2 ഫ്രണ്ട് അവിടെ ചെന്നപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് ഈ CRPF സിവിലിയൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ സുരേഷ് മേനോൻ. അപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞാൽ എനിക്ക് സിനിമയാണ് എൻ്റെ ഇത്. അപ്പോൾ ഒരു സിനിമ ഒരു ശാശ്വത ഇതല്ല, അത് മാത്രമല്ല വളരെ വളരെ പ്രയാസമുള്ള സംഭവമാണ്. ആദ്യം ഒരു റിക്രൂട്ട്മെൻറ്റ് ഇവിടെ മാസത്തിൽ 2 പ്രാവശ്യം റിക്രൂട്ട്മെൻറ്റ് വെക്കും. അപ്പോൾ ഒരു തവണ വന്നാൽ ഞാൻ റിക്രൂട്ട് ചെയ്യുക. അങ്ങനെ CRPF റിക്രൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് ചാടേണ്ടി വന്നു. കാരണം 4 മാസം കഴിഞ്ഞപ്പോൾ ആ ബറ്റാലിയൻ 42 തൃശ്ശൂർ ബറ്റാലിയനാണ് നമ്മളെ നാഗാലാൻഡിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് അന്ന് ഈ പ്രസ്താവന, അന്നൊരു റൂമർ അവിടെ അല്ലെങ്കിൽ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നാഗാലാൻഡിൽ പോയിട്ടുള്ളവരാരും തിരിച്ചു വന്നിട്ടില്ല, പേടിപ്പിച്ചത്. നാഗന്മാരിങ്ങനെ അസ്ത്രം ചെയ്ത് കൊന്നു. അപ്പോൾ എനിക്ക് മരിക്കുന്നതിൽ പേടിയില്ല, അതുകൊണ്ടല്ല. പക്ഷെ ഞാൻ പോകണ്ട എന്ന് തീരുമാനിച്ചത് എനിക്ക് കോടമ്പക്കം തൊട്ടടുത്ത സിനിമയിലോട്ട് കയറണം. നാഗരാജ്യത്തിൽ പോയാൽ ഞാനങ്ങനെ സിനിമയിൽ കുടമ്പെടുത്ത് സിനിമയിൽ കയറും. അങ്ങനെ ഒരു അർദ്ധരാത്രി ഞങ്ങൾ 3 പേരൊന്നും മതിലിയായി വിളിവിളിക്കും. 28 ദിവസം കഴിഞ്ഞാൽ പ്രശ്നമല്ല. 28 ദിവസത്തിനകത്ത് അവർ അന്വേഷിച്ച് പിടിച്ചാൽ നമ്മളെ കോട്ടറുകളുണ്ട് അതിനകത്ത് ചെയ്യും. അതുകൊണ്ട് 28 ദിവസം ഒളിവിലായി. അപ്പോൾ പിന്നെ വന്നപ്പോൾ തുടക്കത്തിൽ വന്നിറങ്ങിയതുപോലെ തന്നെ സിനിമയിൽ എങ്ങനെ കയറും, അപാരമായ ഒരു അഗാധമായ ഒരു കടലിൽ നോക്കി നിൽക്കുന്ന പോലെ എങ്ങനെ അക്കരെ കിടക്കും, അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ ഈ നാട്ടിലുള്ള ഒരു കൂട്ടുകാരൻ തന്നെ അവർ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കൃഷ്ണൻ, നെടുമങ്ങാട് കൃഷ്ണൻ, ഈ വേറെ 1-2 പേരൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കുക. ആ ഒരാളുടെ ഒരു ശുപാർശ വേണം. ഒരു സുപ്രീം കോർട്ട് ഓർഡർ പോലെയാണ് ആവശ്യം. അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, അതായത്
അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥ. പറഞ്ഞത് മറ്റൊന്നുമല്ല, എന്നത്തെയും താരചക്രവർത്തിയായ സത്യൻ മാസ്റ്റർ വിചാരിച്ചു ഒന്ന് പറഞ്ഞാൽ, ഒന്ന് മൂടിയാൽ ഇവിടുത്തെ ഏത് സിനിമാ കമ്പനിയിലും എന്ത് വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ ഞാനെന്ത് ചെയ്യും? പക്ഷെ വിട്ടില്ല. അദ്ദേഹം താമസിക്കുന്ന സുരഭി എന്ന് പറയുന്ന ഫ്ലാറ്റിൽ ടി നഗർ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആ ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് പുള്ളിമാൻ എന്ന് പറയുന്ന സിനിമ എടുത്ത കൊല്ലം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനം, അദ്ദേഹം പറഞ്ഞ ആദ്യം അദ്ദേഹം ഈ അഭിപ്രായം പറയുമ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കും, പോകരുത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും സ്ഥലം വിട്ടോളണം എന്ന് പറയും, പോകരുത്. പിന്നെ പറയുമ്പം നാട്ടിലേക്ക് വണ്ടിക്കൂലി തരാം എന്ന് പറയും, പോകരുത്. പിടിച്ച കാരണം എൻ്റെ ഈ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് വലിയൊരു താല്പര്യം, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നുണ്ടായി. അതുപോലെ തന്നെ സംഭവിച്ചു. ആദ്യം കെട്ടോട്ടടിച്ചു, പിന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു, പിന്നെ എന്ത് വേണം, എത്ര വേണം നാട്ടിൽ പോകാനെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ആയി. ഒരു 3 days ഭയങ്കരമായ സാഹസിക സമരം. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമയ്ക്കകത്ത് എന്ത് ജോലി ചെയ്യാൻ പറ്റും, എന്ത് കഴിവുണ്ട്, എന്താണ് തൻ്റെ ആഗ്രഹം, എനിക്ക് സംവിധായകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ റിയാക്ഷൻ അതൊരു അപാരം. ആ ക്ലോസപ്പ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞെട്ടിപ്പോയി. കാരണം അന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥാനമാണ്. പിന്നെ ഒന്നും മിണ്ടിയില്ല, അങ്ങ് കയറിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് എത്തി ഒരു ചെറിയ സ്ലിപ്പിൻ്റെ ഒരു നമ്പർ തന്നു, ഒരു പേര് മണി അന്തിക്കാട്, സിനിക്കാട്, ഒരു ഫോൺ നമ്പർ 4 അക്കോ 5 അക്കോ ഉള്ള ഒരു ഫോൺ നമ്പർ തന്നു. പക്ഷെ ഫോണൊന്നും വിളിക്കാൻ വന്നില്ല. പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. നല്ലൊരു സ്വീകരണമായിരുന്നു. ഈ സിനിക്രാഫ്റ്റ് മൂവീസ് എന്ന് പറയുന്നത് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ അങ്ങനെ 6-7 ഭാഷകളിൽ സിനിമ നിർമ്മിക്കുന്ന ഒരു വലിയ സിനിമ കമ്പനിയാണ് സിനിക്രാഫ്റ്റ്. അതിൽ അസീം കമ്പനി, ആസാം ആർട്സ്, ദീപക് കമ്പനി, ഈ 3 കമ്പനിയും മലയാളം നിർമ്മിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ 4 ഡയറക്ടേഴ്സും അവിടുത്തെ ആൾക്കാരാണ്, അവിടുത്തെ സ്ഥിരം സിനിമകൾ ചെയ്യുന്നത്. 8 ഡയറക്ടേഴ്സ്. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യമാഷ് 2 പ്രാവശ്യം ഇതിന് മുമ്പ് ഷൂട്ടിങ്, അന്ന് ഏതോ ഒരു സിനിമ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എന്നെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ മര്യാദക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലായി. അങ്ങനെ അന്ന് സിനിക്രാഫ്റ്റ് മൂവീസിലെ കമ്പനി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന പോസ്റ്റിൽ ഫിക്സ് ചെയ്തു, മാസശമ്പളം. അപ്പോൾ 1 വർഷത്തേക്ക് എഗ്രിമെൻ്റാണ്. അങ്ങനെ കമ്പനി അസിസ്റ്റന്റ് ഡയറക്ടറായി. മലയാളം മാത്രമല്ല, പല ഭാഷകളിലും ഞാൻ അപ്പോൾ ഓരോ സെറ്റിൽ ഓരോ ബോർഡിൽ പോസ്റ്റിംഗ് ഓർഡർ ഇടും. ആ സെറ്റിൽ സ്റ്റുഡിയോയിൽ നമ്മൾ അവരുടെ വണ്ടിയിൽ കയറി പൊക്കോണം, വർക്ക് ചെയ്തോണം, തിരിച്ചു വന്നോണം. അങ്ങനെ ആ ഭാഗ്യം, മഹാമനസ്കരുടെ കാരുണ്യം കൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി. പ്രഗത്ഭരായിട്ടുള്ള ശശികുമാർ സാറ്, എ വിൻസെൻ്റ് മാഷ്, എ വി ദേവ് സാറ്, ജെ ഡി തോട്ടാൻ, മധു സാറ്, കെ എസ് ഗോപാലകൃഷ്ണൻ, പിന്നെ തമിഴിലെ 2 ഡയറക്ടേഴ്സ്, അങ്ങനെ 19 ഡയറക്ടേഴ്സിൻ്റെ കൂടെ 70-ലേറെ സിനിമകൾക്ക് അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം, 22 സിനിമ സ്വന്തമായി ചെയ്യാനുള്ള ഭാഗ്യം, 30-ലേറെ സിനിമകൾക്ക് തിരക്കഥാ സംഭാഷണം എഴുതാനുള്ള ഭാഗ്യം, 8ഓളം സിനിമകളുടെ ഗാനങ്ങൾ എഴുതാനുള്ള ഭാഗ്യം, 4 സിനിമകൾ നിർമ്മിക്കാനുള്ള ഭാഗ്യം. ഇതിലെല്ലാ ഭാഗ്യങ്ങൾക്കും ഉപരി എനിക്ക് 2-3 പ്രധാന കാരണങ്ങൾ. ഒന്ന്, യേശുദാസ് എന്ന് പറയുന്ന ഇതിഹാസം ഗന്ധർവൻ്റെ പ്രിയപ്പെട്ടവനാകാനും, ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന സംഗീത ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവനാകാനും, അന്നത്തെ എഴുത്തിൻ്റെ രാജാവായ വയലാർ രാമവർമ്മയോടൊപ്പം ചെറുപ്പക്കാർ സൂക്ഷിക്കുക എന്ന സിനിമയിൽ 2 ഗാനങ്ങൾ എഴുതാൻ ഭാഗ്യം കിട്ടുകയും, അതാണ് എൻ്റെ സിനിമയിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ ചാനലിനെ ഫോളോ ചെയ്ത്
എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ ഞാൻ വീണ്ടും തുടർന്ന് നല്ല നല്ല അനുഭവങ്ങൾ, നിങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.